ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഓഫ്സെറ്റ് ഓൺ സർഫസ് ടൂളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഓൾറെഡി ഞാൻ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫിഗർ, 3D സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ സ്കെച്ചിൽ ഓഫ്സെറ്റ് ഓൺ സർഫസ് എന്നുള്ളൊരു ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിത് ഇവിടെ പ്രോപ്പർട്ടി മാനേജറിൽ ഒന്ന് ഓഫ്സെറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്, രണ്ട് എങ്ങനെയാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, റിവേഴ്സ് ആണോ അല്ല നേരെയാണോ റിവേഴ്സ് ആണോ എന്നുള്ളത്, പിന്നെ അത് ഏത് രീതിയിലുള്ളതാണ്, കൺസ്ട്രക്ഷൻ ലൈൻ വേണോ അല്ല സാധാരണ സോളിഡ് ലൈൻ വേണോ എന്നുള്ളതാണ് ഈ 3 ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ ഒരു സൈഡാണ് ഓഫ്സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡ് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു ലൈൻ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡയമെൻഷൻ മാറ്റാൻ ഞാൻ പറ്റുള്ളത് 20 ആക്കി. കണ്ട 20 ആക്കുമ്പോൾ എന്തായി, കുറച്ചും കൂടി, അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 20 ഞാൻ ഇതിനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ലൈൻ നേരെ താഴോട്ട് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിക്ക് ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആയിട്ടാണ് ഓഫ്സെറ്റ് ആവുക സർഫസിനെ നമ്മൾ ചെയ്യുമ്പോൾ കേട്ടോ. ഞാനിപ്പം മേക്ക് കൺസ്ട്രക്ഷൻ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോട്ടഡ് ലൈൻ ആവും. ഞാൻ ഓക്കെ കൊടുത്തു. സോറി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ലൈനാണ്. ഇതാണ്ട ഡോട്ടഡ് ലൈൻസ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരു സർഫസിനെ നമുക്ക് ഇതേപോലെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സർഫസിനെ മൊത്തമായിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടും. ഇതിപ്പോൾ ഡിസ്റ്റൻസ് അടി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാനത് ഒരു 5 ആക്കി. ഇത് എന്താ പറയുക, മേക്ക് ഓഫ്സെറ്റ് കൺസ്ട്രക്ഷൻ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇതാണ്ട, അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 5 mm ആണ്. അങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ഓഫ്സെറ്റ് ഓൺ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.